اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأتموا الحج والعمرة لله. وقال النبي صلى الله عليه وسلم: الحج المبرور ليس له جزاء إلا الجنة أو كما قال عليه الصلاة والسلام. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ചൂരലിനെ കബൂലാക്കുമാറാവട്ടെ. നമ്മളെല്ലാ തിന്മകളെയും നന്മകളാക്കാൻ പടച്ചവൻ ഇഷ്ടത്തെ കാരണമാക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ ഈമാനിന്റെ കമാലിയത്ത്, ഈമാനിന്റെ പൂർത്തീകരണം അല്ലാഹു തആല ഓരോ മനുഷ്യന്റെയും മെഹനത്തിൽ, അവന്റെ അധ്വാനത്തിൽ, പരിശ്രമത്തിൽ വെച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അവരുടെ ഈമാനിനെ കമാലിയത്തിലേക്ക്, പൂർണ്ണതയിലേക്ക് സമ്പൂർണമാക്കുക, അതിലേക്ക് ചെയ്യേണ്ടത്, പരിശ്രമിക്കേണ്ടത് ഓരോ മനുഷ്യന്റെയും ഉത്തരവാദിത്തമാണ്. ഇതിനു വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളിൽ വിശുദ്ധ ഖുർആൻ അവതീർണമാക്കുകയും നബിമാർ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംഭവ ചരിത്ര യാഥാർത്ഥ്യങ്ങൾ അതിലൂടെ നമുക്ക് വിശദീകരിച്ചു വരികയും ചെയ്തു. ഈമാനിൽ പൂർണ്ണമായ ത്യാഗത്തിലൂടെ ഈമാൻ പൂർണ്ണമായി നേടിയെടുത്ത പ്രവാചകനായിരുന്നു ഹദ്റത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികൾക്ക് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു വ്യക്തമായി ഒരു മാതൃകയാക്കാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തെ അല്ലാഹു തആല നിശ്ചയിച്ചത്. പരിശുദ്ധമായ ഹജ്ജ് കർമ്മം ഈമാനിന്റെ പൂർത്തീകരണമാണ്. ഒരു മനുഷ്യൻ അല്ലാഹുവുമായി അവന്റെ ബന്ധം യാഥാർത്ഥ്യമാക്കാനുള്ള വഴിയാണ്. ഒരവസ്ഥയിലും പതറാതെ അല്ലാഹുവിന്റെ ഹുക്കുമിനെ ജീവിതത്തിൽ പൂർണ്ണമായി അന്വർത്ഥമാക്കി ജീവിച്ച ഒരു കുടുംബത്തിന്റെ ചരിത്രം നേരിൽ നോക്കിക്കാണാനാണ് ഹാജിമാരെ കൊണ്ടുവന്നത്. വർഷം വർഷം അല്ലാഹു ഹാജിമാരെ കൊണ്ടുവന്നത് അതിനു വേണ്ടിയിട്ടാണ്. എന്നുവെച്ചാൽ ഉമ്മത്തിൽ എന്നും ശരിയായ ഈമാനും യഖീനുള്ള ആൾക്കാർ നിലനിൽക്കണം. ഹജ്ജിന്റെ അമൽ എന്ന് പറഞ്ഞാൽ കുറച്ചെവിടെങ്കിലൊക്കെ പോയി എന്തെങ്കിലും ചെയ്തു വരലല്ല. ഹജ്ജിന് അതിനൊരു ഹഖീഖത്തുണ്ട്, അതിനൊരു യാഥാർത്ഥ്യമുണ്ട്, ഒരു ഉൾക്കാമ്പുണ്ട്. ആ ഉൾക്കാമ്പോട് കൂടി മനുഷ്യൻ ചെയ്യുന്ന അമലുകളാണ് അവന്റെ ഈമാനിലെ വർധനവുണ്ടാക്കുക എന്ന് പറഞ്ഞത്. ഏത് കാര്യവും ചെയ്യുമ്പം ഇതെന്തിനു ചെയ്യുന്നു, അതിനൊരു പശ്ചാത്തലമുണ്ട്. ഏത് കാര്യമാവട്ടെ, ഹജ്ജിന്റെ ഏത് അമലുകളാവട്ടെ, ഹജ്ജിന്റെ എല്ലാ അമലുകളിലും അതിനൊരു വ്യക്തമായ പശ്ചാത്തലമുണ്ട്. അതിലേക്കാണ് മനുഷ്യരെ നേരിട്ട് വിളിച്ചു കൊണ്ടുപോകണം. അതുകൊണ്ട് ഹജ്ജ് കഴിഞ്ഞു വരുന്ന ഒരു ഹാജി പൂർണ്ണമായ ഈമാനോട് കൂടിയായിരിക്കണം മടങ്ങി വരേണ്ടത്. പൂർണ്ണമായ സിഫാത്തുകളോട് കൂടി, ഹജ്ജിന്റെ സിഫാത്തുകൾ, ഗുണങ്ങൾ എന്ന് വെച്ചാൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ യഖീൻ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ യഖീൻ, ഈമാനിന്റെ യഖീൻ, ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്വബ്ർ, അനുസരണ, ഹാജർ റളിയല്ലാഹു അൻഹയുടെ തഹമ്മുൽ, അവരുടെ കഷ്ടപ്പാടുകൾ, പ്രതിസന്ധികൾ വരുമ്പോൾ സഹിക്കാനുള്ള മാനസികാവസ്ഥ, ഇതിൽ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുകയും, മനുഷ്യൻ പ്രതിസന്ധി വരും, അതെന്തായാലും സഹിക്കേണ്ടി വരും, ഓന് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ സഹിക്കേണ്ടി വരും. പക്ഷേ ഹാജർ റളിയല്ലാഹു അൻഹയുടെയും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഒക്കെ ഗുണം പ്രതിസന്ധി വന്നപ്പോഴും സംതൃപ്തിയോടുകൂടി അതിനെ സഹിക്കുന്നുള്ളതാണ്. സംതൃപ്തിയോടുകൂടി സഹിക്കുക. പ്രശ്നം വന്നാൽ എല്ലാവരും സഹിക്കും, തലവേദന വന്നാൽ എല്ലാവരും സഹിക്കേണ്ടി വരും. ഒരു കാര്യത്തെ ഇതിന്റെ റബ്ബിന്റെ ഹുക്കുമാണെന്ന് മനസ്സിലാക്കി സംതൃപ്തിയോടുകൂടി അത് സഹിക്കൽ, അത് വേറെ കാര്യമാണ്. അതാണ് അല്ലാഹു ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ കൊണ്ടുപോണത്, ഹാജിമാരെ വിളിച്ചു കൊണ്ടുപോണതിനാണ്. ഹജ്ജിന്റെ മാസം, അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത്, പരിശുദ്ധ റമളാനിൽ നോമ്പനുഷ്ഠിച്ച് തഖ്വയുണ്ടാക്കി അല്ലാഹുമായി അടുത്തു തൊട്ടടുത്ത മാസം ശവ്വാലാണ്. ശവ്വാലും ദുൽഖഅദയും
ദിൽഹിജ്ജയുടെ ഏകദേശം 10-14 ദിവസത്തോളം ഹജ്ജിന്റെ മാസങ്ങളും ദിവസങ്ങളുമാണ്. അതുകൊണ്ട് ഹജ്ജ് ചെയ്യുന്ന ഹാജി മാത്രമല്ല ഇതിന്റെ പങ്കാളി. ലോകത്തിലുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും ഹജ്ജിന്റെ മാസങ്ങളിൽ അവരിൽ കുറെ ഗുണങ്ങൾ ഉണ്ടാക്കാനുള്ള വഴി അല്ലാഹു വെച്ചിട്ടുണ്ട്. ഹാജിമാരെ യാത്രയാക്കൽ, ഹാജിമാരുടെ പോക്കും വരവും, അതിന്റെ ചിന്തകൾ, അതിന്റെ സംസാരങ്ങൾ. അടുത്ത് ദുൽഹിജ്ജയാകുമ്പോഴേക്കും അറവിന് വേണ്ടി തയ്യാറാവണം. നഖമോ മുടിയോ അല്ലെങ്കിൽ കളയേണ്ട രോമങ്ങളോ ഒന്നും ദുൽഹിജ്ജ 1 മുതൽ അറുക്കാൻ വിചാരിച്ചാൽ അറുക്കുന്നത് വരെ കളയാൻ പാടില്ല. ഈ നിലയിൽ ഹാജിമാരോടുകൂടി ഒരു ഐക്യദാർഢ്യം എന്ന പോലെ നാട്ടിൽ നിൽക്കുന്ന ആളുകളും ചെയ്യണം. അറഫയുടെ ദിവസം നോമ്പനുഷ്ഠിച്ച് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. എന്ന് വെച്ചാൽ ഹജ്ജിന്റെ ആ ലോകത്തുണ്ടാവുന്ന ഒരു മാറ്റം, ലോകത്തിന്റെ നാനാഭാഗത്തും ഈ ഹജ്ജിന്റെ പ്രകാശം എത്തുന്നുണ്ട്. എല്ലാ സ്ഥലത്തുനിന്നും ലബ്ബൈക്ക് ചൊല്ലി ഹാജിമാര് വരുമ്പോ ആ നാടുകളിലേക്ക് ആ ഈമാനിന്റെ പ്രകാശവും അതിന്റെ സിഫാത്തുകളും ഗുണങ്ങളും അതിന്റെ നൂറുമായിട്ടാണ് ഹാജിമാര് മടങ്ങി വരുന്നത്. അതുകൊണ്ട് ഈമാനിൽ വർധനവുണ്ടാവണം. ഓരോ പെരുന്നാളും അല്ലെങ്കിൽ ഓരോ ഹജ്ജും നമ്മുടെ ഈമാനിന്റെ വർധനവിനാണ്. ഹജ്ജിന്റെ ഓരോ രംഗങ്ങളും നമ്മൾ ഓർമ്മപ്പെടുത്താൻ, അത് വെറുതെ ഉള്ളതല്ല, വെറുതെ ഇങ്ങനെ അടിപൊളി ചുറ്റി നടക്കാനുള്ളതല്ല. ഓരോന്നും പ്രതീകാത്മകമായി, ഓരോന്നിനും അതിന്റെ ഹഖീഖത്തുണ്ട്, അതിന്റെ യാഥാർത്ഥ്യമുണ്ട്. എന്തിനാണ് കാബ ചുറ്റുന്നത്? എന്തിനാണ് ഒരു മനുഷ്യൻ കാബ ചുറ്റുന്നത്? തവാഫാണല്ലോ ഒരു അമൽ. എന്തിനാണ് കാബ ചുറ്റുന്നത്? വെറുതെ ഇങ്ങനെ ചുറ്റി നടക്കാനുള്ളതല്ല, കാബനെ ചെറുപ്പം നോക്കി ചുറ്റാനുള്ളതല്ല. ഉടമസ്ഥനായ അള്ളാഹുവിന്റെ അല്ലെങ്കിൽ നിന്റെ സൃഷ്ടാവും ഉടമസ്ഥനും പരിപാലകനുമായ അള്ളാഹുവിന്റെ വീടിന്റെ ദർബാറിന്റെ മുന്നിൽ എത്തിയിരിക്കാൻ ഹജറുൽ അസ്വദ് നിന്ന് തുടങ്ങാൻ. ഹജറുൽ അസ്വദ് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ മുൽത്തസമാണ്. വാദിന്റെയും ഹജറുൽ അസ്വദിന്റെയും ഇടയിലുള്ള സ്ഥലം മുൽത്തസം, പിന്നെ വാദിൽ, പിന്നെ അങ്ങോട്ട് പോയാൽ ഹിജ്ർ ഇസ്മായിൽ, പിന്നെ അവിടുന്ന് ഇപ്പുറത്ത് വന്നാൽ റുക്കുനുൽ യമാനി, ഇപ്പുറത്തേക്ക് റുക്കുനുൽ യമാനി മുതൽ ഹജറുൽ അസ്വദ് വരെയുള്ള സ്ഥലം ദുആ ഖബൂലാവുന്ന സ്ഥലം. ഇങ്ങനത്തെ കബൂലിയത്തിന്റെ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ മഖാം ഇബ്രാഹിമിന്റെ ഏരിയ കൂടെയാണ് പോണത്. ഇങ്ങനെയുള്ള ഈ സ്ഥലം എവിടുന്ന് കൈവന്നിച്ചാലും കബൂലാകുന്ന സ്ഥലം. ഞങ്ങൾ ദുആ സ്വീകരിക്കാം. മുൽത്തസിമിൽ ഒരാൾ അയാളുടെ ശരീരം പറ്റിച്ചു നിർത്തി അയാളെ നെഞ്ഞു ചേർത്ത് അതിൽ കൈവച്ചു നിന്നാൽ അവന്റെ ദുആ തീർച്ചയായും കബൂലാകും എന്ന് നുബുവത്തിന്റെ നാവുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുറക്കല്ലേ പറഞ്ഞുതരാൻ പറ്റുള്ളൂ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞു, ഒരു അടിമ അവന്റെ നെഞ്ഞ് മുൽത്തസിമിൽ ചേർത്തിട്ട് അവൻ അവന്റെ റബ്ബിനോട് ചോദിക്കുകയാണെങ്കിൽ അവന്റെ റബ്ബ് അവന്റെ ദുആ സ്വീകരിക്കാതിരിക്കൂല. ആ സ്ഥലത്താണ് ഹജറുൽ അസ്വദിന്റെ അവിടെ ദുആ കബൂലാവും. തൊട്ടടുത്ത് മുൽത്തസം, പിന്നെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ വീടിന്റെ വാതിലാണ്. ഏത് മനുഷ്യന്റെ വാതിൽക്കൽ വന്ന് ചോദിച്ചാലും കൊടുക്കുന്നവർ ഒരു പരിശുദ്ധവാനായ ഔദാര്യവന്മാരിൽ വെച്ച് ഏറ്റവും വലിയ ഔദാര്യവാനായ ഒരു ഉടമസ്ഥന്റെ ദർബാറിന്റെ വാതിൽക്കൽ പോയി ചോദിച്ചാൽ ആ വാതിൽ പിടിച്ചു നിന്നൊരാള് അള്ളാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ അവൻ എങ്ങനെ തട്ടിവിടും? നമ്മളെ വീട്ടിന്റെ വാതിൽക്കൽ വന്നാൽ പോയി നമ്മളാട്ടൂല. ഇങ്ങനെയുള്ള ഓരോ സ്ഥലം മഖാം ഇബ്രാഹിമിന് തൊട്ടടുത്തൂടെയാണ് പോണത് തവാഫ്. അത് കഴിഞ്ഞിട്ട് പിന്നെ റുക്നുൽ യമാൻ, പിന്നെ ഹിജ്ർ ഇസ്മായിലിന്റെ ഭാഗത്ത് കൂടിയാണ് പോണത്. വളച്ചുകെട്ട് ഒരു ഏരിയ മൊത്തം വളച്ചു കെട്ടിയിട്ടുണ്ട്. അവിടെ ദുആ ഖബൂലാണ് സ്ഥലമാണ്. മീസാബുർ റഹ്മ പാർട്ടി അതിന്റെ നേരെയാണുള്ളത്. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കൂടി കുറ്റക്കാരനായ അനുസരണഘട്ട ഒരു അടിമയായ ഞാൻ പടച്ചവനെ യാചകനായി നിന്റെ വീട്ടിന്റെ വാതൊക്കെ കൂടെ വരികയാണ്. പിന്നെ ഒന്നുകിൽ മഖാം ഇബ്രാഹിം എന്ന് കബൂലാക്ക്, മുൽത്തസിം എന്ന് കബൂലാക്ക്, അല്ലെങ്കിൽ വാതിലിന്റെ അടുത്തുനിന്ന് കബൂലാക്ക്, അല്ലെങ്കിൽ ഹിജ്ർ ഇസ്മായിലിന്റെ അടുത്തുനിന്നെങ്കിലും ഇതിനെ സ്വീകരിക്ക്, അല്ലെങ്കിൽ റുക്നുൽ യമാനി മുതൽ ഹജറുൽ അസ്വദ് വരെയുള്ള സ്ഥലത്തെങ്കിലും അല്ലാഹു എവിടെ നിന്നെ ഒഴിവാക്കല്ലേ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് സ്വീകരിക്കണേ. ഈ ചിന്തയിൽ ഹാജി കറങ്ങാണ്. ഈ കറങ്ങൽ ഹാജിയുടെ ഹൃദയം അള്ളാഹുവിലേക്ക് ചേർക്കും. കണ്ണീരോടുകൂടിയൊക്കെ ഉണ്ടാവുക. ഗഫലത്തിലായി ഫോണൊക്കെ ചെയ്തിട്ട് നടന്നാലോ. മത്താഫ് സത്യത്തിൽ ഒരു മുഅ്മിനെ പരീക്ഷിക്കാനുള്ള മൈതാനാണ്. സ്ത്രീ അവളുടെ മുഖം തുറന്നിട്ടാണ്, പുരുഷനോട് അവന്റെ കുപ്പായൊക്കെ കഴിച്ചേക്കാൻ പറയാണ്. എന്നിട്ട് ഒരു പൊതിയിട്ടിട്ട് ആണിനും പെണ്ണിനൊക്കെ ചേർത്ത് ഒരു മൈതാൻ തിരക്കിയിട്ട് അള്ളാഹു ചോദിക്കാണ്, ആരാ നിങ്ങളിൽ തഖ്വയുള്ള ആള്? അതാ എനിക്ക് അറിയേണ്ടത്. ഞാൻ അത് നോക്കാൻ ഞങ്ങളെ കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്
വത്തഖൂനിയാവുൽ അൽബാബ്. നിങ്ങൾ യാത്രയിൽ കൊണ്ടുപോകേണ്ട പാതയം തഖ്വയാണ്. ആജ് കൊണ്ടുപോകേണ്ടത് പാതയം തഖ്വയാണ്. അതുണ്ടാക്കാൻ ആർക്കും നേരമില്ല. നമ്മളെല്ലാം ഹാജിമാരെല്ലാവരും വലിയ ഫിക്കറിലുള്ളത്. ഉണക്കലീന് സ്രാവത്ര വാങ്ങേണ്ടത്, അരിയത്ര വാങ്ങേണ്ടത്, മല്ലിമുളകത്ര കൊണ്ടുപോകേണ്ടത് എന്നുള്ള തിരക്കിലാണ് ആജുള്ളത്. എങ്ങനെ കൊണ്ടുപോവുക, അതെങ്ങനെ വെക്കുക, എങ്ങനെ തിന്നാം. ഇവിടെ തന്നെ പണി എന്താണ്? ഇവിടെ പരിപാടി തന്നെ തിന്നലാണ്. ഞാളെ പോയിട്ട് തിന്നലിനെ പറ്റിയാണ് ആജിന്റെ ഫിക്കർ. ഇവിടെ ആജിനെയും മൈതാനത്ത് കറക്കണം. നിന്റെ കണ്ണിനെ നീ സൂക്ഷിക്കോ. റഡാർ ഇങ്ങനെ വെച്ചിട്ട് എന്നുവെച്ചാൽ ഓരോരുത്തർക്കും ക്യാമറ വെച്ചമായി റബ്ബുൽ ആലമീനായ അല്ലാഹു ഇങ്ങനെ നോക്കിക്കാൻ. എന്നിട്ട് ഇവന്റെ മനസ്സിനും ചിന്തനയും ഇവന്റെ കൈയും ശരീരവും ഇതൊക്കെ ഇങ്ങനെ നോക്കണം അല്ലാഹു ആ മത്താപ്പിച്ചിട്ട്. ഇതാണ് അല്ലാഹു ആഗ്രഹിക്കുന്നത്. ഒരു ആദിയെ സ്ഫുടം ചെയ്തെടുക്കാൻ ഏത് മാഹൂലിലെത്തിയാലും ഈ കേടുവരാൻ പാടില്ല. അതിന് ആദ്യനെ സ്ഫുടം ചെയ്തത് കടഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് മത്താപ്പ് കിടക്കുന്നത്. ഇതൊന്നും നമ്മളറിയില്ല. നമ്മൾ മത്താപ്പ് കൂടെ റൗണ്ട് അടിച്ചിട്ട് നമ്മളൊരു പോരാണ്. തവാഫ് കഴിഞ്ഞ് മഖാം ഇബ്രാഹിമിന്റെ പിന്നെ നിസ്കരിച്ചു. വത്തഖിദൂ മിൻ മഖാം ഇബ്രാഹിമ മുസല്ല. ഖുർആൻ പറഞ്ഞ വത്തഖിദൂ മിൻ മഖാം ഇബ്രാഹിമ മുസല്ല എന്ന മഖാം ഇബ്രാഹിം ഇന്നുണ്ടവിടെ. മഖാം ഇബ്രാഹിം ഇന്നുണ്ടവിടെ. മഖാം ഇബ്രാഹിം കഅബയോട് ചേർത്ത് വെച്ചതായിരുന്നു. കാരണം കഅബയോട് ചേർത്ത് വെച്ചിട്ടാണ് പണിയൊക്കെ നടത്തിയിരുന്നത്. പിന്നീട് അവിടെ നിന്നിട്ട് മാറ്റി വെച്ചതാണ്. പിന്നീട് കുറച്ചും കൂടെ മാറ്റി വെച്ചതാണ്. മഖാം ഇബ്രാഹിമിന്റെ പിന്നെ നിസ്കരിച്ചതിന് ശേഷം വെള്ളം കുടിച്ചിട്ട് സംസം കുടിക്കാണ്. സാർമാരെ സ്നേഹമാരെ, ഒരു മനുഷ്യന് ഈമാൻ ഉണ്ടാൻ വേറെ എവിടെയും പോണ്ട, ഒരു സംസം നോക്കിയാൽ മതി. സംസങ്ങൾ ടിന്നിലാക്കി 10 കൊല്ലോ 20 കൊല്ലോ വെച്ച് നോക്കി സംസത്തിനൊരു കുഴപ്പമുണ്ടാവില്ല. സംസം ആ ആളുകൾ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കാൻ. ഇപ്പം തന്നെ എത്രയോ ലക്ഷക്കണക്കിന്, ഹജ്ജിനേക്കാൾ കൂടുതൽ ആളുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം ആളുകൾ റമദാനിലുണ്ട്. ഓലൊക്കെ കുടിച്ചു. അവരൊക്കെ നാട്ടിൽ കൊണ്ടുപോയി ആ സംസം. ശേഷം സഫയിലേക്ക് കയറാൻ. കാരണം സഫന്ന് ഭയങ്കര റാത്തിലല്ല. ഒരു സഫ ഉണ്ടായിരുന്നു, മുള്ളുകളും കൂർത്ത കല്ലുകളും ഉണ്ടായിരുന്നു. വിശന്ന് കരയുന്ന ഒരു കൈക്കുഞ്ഞിന് ഒരു തുള്ളി വെള്ളം എവിടെയെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചൊരു ഉമ്മാന്റെ വേദന, സ്വന്തം ദാഹം ഒരു മനുഷ്യൻ എത്രയും സഹിക്കും. പക്ഷെ സ്വന്തം ചെറിയ കുട്ടിന്റെ, സ്വന്തം മോന്റെ ദാഹം ഒരു ഉമ്മക്ക് സഹിക്കാൻ കഴിയില്ല. ആ വിഷമത്തിന്റെ പേരിൽ ഹാജർ റളിയല്ലാഹു അൻഹ ഓടിയ ഓട്ടം ഖിയാമത്ത് നാൾ വരെല്ലാം മനുഷ്യനോട് പറയാൻ, നിങ്ങൾ അതേ സ്ഥലത്തൂടെ വന്ന് ഓടി, അതേ സ്ഥലത്തൂടെ വന്ന് ഓടി. അതാണ് സഫാ മർവ. എത്ര വേദനയോടുകൂടിയൊക്കെ ഉമ്മ നടന്നിരുന്നത്. ആരുമില്ലാത്ത സമയത്ത് കുട്ടിനാക്കി പോയതാണ്. അവസാനം പിന്നെ വാപ്പ വരുന്ന ഇബ്രാഹിം അലൈഹി സ്വലാം വരുന്നത് കുട്ടിനെ അറുക്കാനാണ്. മിനയിലേക്ക് പോയി, മൻഹറിലേക്ക്. ഇബ്രാഹിം അലൈഹി സ്വലാം കുട്ടിനെ കൂട്ടി പോവാണ്. ഒറ്റ കാലിച്ചൊക്കെ മതി. ഒരു മനുഷ്യനില്ലാത്ത, ഇന്ന് തന്നെ നമ്മള് അജ്ജൊന്നല്ലാത്ത സീസണിൽ മീനെ പോയൊക്കെ നമ്മൾ ആകെ ബേജാറാവും. കാരണം കുറെ പാറയും കുറെ കുന്നും കുറെ ഇതും മാത്രമല്ലല്ലോ വേറെ എന്തും. ആകെ മക്കത്തുള്ളത് 3 ആൾക്കാരാണ്. അർക്കന്, ഹാജർ റളിയല്ലാഹു അൻഹയും പിന്നെ ഇസ്മായിൽ അലൈഹി സ്വലാമും പിന്നെ ഇബ്രാഹിം അലൈഹി സ്വലാമും. ഇവർ രണ്ടതും പോയി കുട്ടീനെ അറക്കാൻ വേണ്ടി പോവാണ്. കുട്ടീനെ മീനെ കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോകല്ല, മൂർച്ചുള്ള കത്തി വെച്ചാണ് വന്നത്. എന്നിട്ട് മകനോട് പറഞ്ഞു അടക്കിയപ്പം, മോനെ നിന്നെ അറുക്കണമെന്ന് എനിക്ക് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നി അറാ ഫിൽ മനാം അന്നി അസ്ബഹക ഫൻദുർ മാദാ തറാ. ഇന്നി അറാ ഫിൽ മനാം അന്നി അസ്ബഹക ഫൻദുർ മാദാ തറാ. മോനെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് നിന്നെ അറുക്കണമെന്ന്. ഫൻദുർ മാദാ തറാ, എന്താ നിന്റെ അഭിപ്രായം? ഉമ്മാന്റെ അടുക്കൽ കഴിഞ്ഞുകൂടിയ മോൻ പറയാണ്, യാ അബതി ഫഅൽ മാ തുഅ്മർ, യാ അബതി ഫഅൽ മാ തുഅ്മർ. ഉപ്പ നിങ്ങൾ അറുത്തോളി,
നിങ്ങളോട് എന്താണോ കൽപ്പിക്കപ്പെട്ടത് നിങ്ങൾ പ്രവർത്തിച്ചോളി. സത്യത്തിൽ ചോദിക്കേണ്ടത്, അത് ശരി, ഇത്ര കാലം ഞാനും എന്റെ ഉമ്മയും കഷ്ടപ്പെട്ട് ഇവിടെ വെയിലും കൊണ്ട് ഇവിടുന്ന് കിട്ടിയ വെള്ളം കുടിച്ച് ജീവിക്കായിരുന്നു, ഇപ്പൊ നിങ്ങൾ ഞങ്ങൾ അറക്കാനാ വന്നതില്ലേ എന്നായിരുന്നു സത്യത്തിൽ നമ്മളെ മക്കളാണെങ്കിൽ ചോദിക്കുക, നമ്മളാണെങ്കിലും ചോദിക്കുക. കാരണം നമുക്ക് കിട്ടുന്ന തെർബിയത്ത് അങ്ങനത്തതാണ്. നമുക്ക് നമ്മളെ തെർബിയത്ത് അള്ളാഹിനെ പറ്റിയോ ആഖിറത്തിനെ പറ്റിയോ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ പറ്റിയോ നമുക്ക് ഐഡിയ ഇല്ല. പക്ഷേ ഉമ്മയിൽ നിന്ന് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം പഠിച്ചത് ഉടമസ്ഥനായ അള്ളാഹുവിനെ അനുസരിക്കണം എന്നാണ്. അതുകൊണ്ടാണ് ഒറ്റക്ക് കൊണ്ടാക്കിയപ്പോൾ ആ അള്ളാഹു അമറക ബിഹാദ, അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചതാണോ ഇത് എന്ന് ചോദിച്ചപ്പം ഇബ്രാഹിം അലൈഹി സ്വലാം അതേ എന്ന് പറഞ്ഞപ്പം ഇതന്നെ എന്നാൽ അള്ളാഹ് ഞങ്ങളെ പാഴാക്കൂല എന്ന് പറഞ്ഞത് ഈ ഉമ്മയായിരുന്നു. അതുകൊണ്ട് ആ ഉമ്മക്ക് അള്ളാഹിനെ അറിയാം. അതുകൊണ്ട് ഹാജർ റളിയല്ലാഹു അൻഹ മോനോട് പഠിപ്പിച്ചത് അതായിരുന്നു. അതുകൊണ്ട് അള്ളാഹു നിന്നെ അറക്കണമെന്ന് പറഞ്ഞപ്പം യാ അബതി ഫഅൽ മാ തുഅ്മർ, അള്ളാഹ് നിങ്ങളോട് എന്താണോ കൽപ്പിക്കപ്പെട്ടത്, തങ്ങളോട് കൽപ്പിച്ചത് അത് നിങ്ങൾ പ്രവർത്തിച്ചോളി. യാ അബതി ഫഅൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, എന്നെ ക്ഷമാശീലന്മാരെ കൂട്ടത്തിൽ നിങ്ങൾ എന്തായാലും എത്തിക്കും ഉമ്മ എന്ന് പറഞ്ഞു, ഉപ്പ എന്ന് പറഞ്ഞു. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ഫലമ്മാ അസ്ലമാ, അവർ രണ്ടുപേരും മുസ്ലിമായപ്പോൾ, എന്ന് വെച്ചാൽ പൂർണ്ണമായും അള്ളാഹുവിനെ സമർപ്പിക്കാൻ വാപ്പയും മകനും തയ്യാറായപ്പോൾ, നെറ്റിയിൽ വെച്ച് കിടത്തി, നെറ്റി താഴേക്കാക്കി വെച്ച് ഇരിക്കാൻ, കണ്ണോട് ചേരാതിരിക്കാൻ, മകനെ അറുക്കാൻ വേണ്ടി പോവാൻ. അർത്തു, മുറിയുന്നില്ല. വനാദൈനാഹു അയ്യ ഇബ്രാഹിം, അല്ലാഹു പറഞ്ഞു വനാദൈനാഹു, ഇബ്രാഹിമിനെ നാം വിളിച്ചു. അയ്യ ഇബ്രാഹിം, ഏ ഇബ്രാഹിം, ഖദ് സദ്ദഖ്ത റുഅ്യ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, നിങ്ങൾ കണ്ട സ്വപ്നം പൂർത്തിയാക്കിയിട്ടുണ്ട്. മതി, മുഹ്സിനീങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നമ്മൾ ഇങ്ങനെയാണ് പ്രതിഫലം നൽകുക. വഫദൈനാഹു ബിദിബ്ഹിൻ അദീം, നമ്മൾ അറക്കാൻ വേണ്ടി വേറൊരു ബലിമൃഗത്തെ നാം നൽകിയെന്ന്. അറക്കാൻ കത്തിയേക്കാൻ ഇബ്രാഹിം അലൈഹിസ്സലാം തയ്യാറായി. ധർമ്മന് ഞാനും നിങ്ങളും നമ്മുടെ ഇച്ഛകളുടെ മേൽ കത്തി വെക്കാനാ പറയുന്നത്. ഉലമാക്കൾ എഴുതുന്നുണ്ട്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മകനെ അറക്കാനല്ല സത്യത്തിൽ പറഞ്ഞത്, മകനോടുള്ള മഹബത്തിനെ അറക്കാനാണ് പറഞ്ഞത്. വാപ്പനോ മകനോടൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ വാപ്പക്ക്, അത് അറക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അത് ഇബ്രാഹിം അലൈഹിസ്സലാം അറത്തു. എനിക്കെന്റെ മോനല്ല വലുത്, എനിക്ക് ആരാ വലുത്? എനിക്കെന്റെ അള്ളാഹ് വലുത് എന്ന് പറഞ്ഞു. അത് പൂർത്തിയാക്കി കാണിച്ചിട്ട് അള്ളാഹ് പറഞ്ഞു മദീന. അതുകൊണ്ട് സാധാരണ സ്നേഹമാരെ നമ്മളോട് ഈ കാര്യം തന്നെയാണ് അള്ളാഹു പറയുന്നത്. അതുകൊണ്ട് ഹാജിമാരോടും അറക്കാൻ വേണ്ടി പറഞ്ഞു. ഹജ്ജിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമൽ അറവാണ്. ആളുകളിൽ നിന്ന് എങ്ങനെ അറക്കാതെ രക്ഷപ്പെടും എന്നാണ് ഓരോ ഹാജിയും ചിന്തിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിൽ 100 മൃഗങ്ങളെ അറുത്തിട്ടുണ്ട്. 60 തങ്ങളുടെ സ്വന്തം കൈകൊണ്ടാണ് അറുത്തത്. നമ്മൾ ഒരാളിനെ അറുക്കുന്ന കാര്യം തന്നെ ആലോചിച്ചുകൊണ്ട് അറുക്കണം. നാട്ടിൽ നിൽക്കുന്നവരോട് ഉദിയത്ത് ഇറക്കാൻ വേണ്ടി പറഞ്ഞു. മൻ വജദ സഅതൻ ലിയദ്ഹിയ ഫലം യുദ്ഹി ഫലാ യഹ്ദുർ മുസല്ലാന, ആർക്കെങ്കിലും ഉദിയത്ത് ഇറക്കാനുള്ള സാമ്പത്തിക അവസ്ഥ ഉണ്ടായാൽ അവർ ഉദിയത്ത് അറുത്തുകൊള്ളട്ടെ. അതിന് ആരെങ്കിലും ഉദിയത്ത് ഇറക്കാനുള്ള സാമ്പത്തിക അവസ്ഥകൾ ഉണ്ടായിട്ട് അവൻ അറുത്തിട്ടില്ലെങ്കിൽ ഫലാ യഹ്ദുർ മുസല്ലാന, അവൻ നമ്മളുടെ ഈദ്ഗാഹിലേക്ക് വരണ്ട, നമ്മുടെ നമസ്കാരസ്ഥലത്തേക്ക് വരണ്ടാണ്. ഉദിയത്ത് ഇറക്കാന്ന് പറഞ്ഞതിനുള്ള അവസ്ഥ പറഞ്ഞാൽ ഭാര്യ മക്കൾക്കുള്ള ചെലവ് കൊടുക്കാനും അന്നത്തെ പെരുന്നാളിന്റെ അന്ന് രാവും പകലുള്ള ചെലവും കഴിഞ്ഞ് ഒരു ഉദിയത്ത് ഇറക്കാനുള്ള ഒരു മൃഗത്തിന്റെ പൈസ ഉണ്ടെങ്കിൽ അവൻ അറക്കണം എന്നാ. ഇതിനാരെ ഒഴിവായ ഈ സമുദായത്തിൽ? അതുകൊണ്ട് സാറുമാരെ സ്നേഹന്മാരെ, ഹജ്ജിന്റെ ഓരോ അമലുകളും നമ്മുടെ ഈമാനിന്റെ പൂർത്തീകരണത്തിലുള്ളതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മോർണിം കൊണ്ട് ഇങ്ങനെ പോവാൻ മിനയിലേക്ക് അറക്കാൻ വേണ്ടിയിട്ട്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഉള്ളത്തേക്ക് ഒറ്റ ആലോചിച്ച് നോക്കി. കുറെ കാലത്തിന് ശേഷം ഈ കുട്ടിനെ കണ്ടതാണ്. നമുക്ക് നമ്മളെ കുട്ടികളെ മേലെ കത്തി വെക്കുന്ന കാര്യം ആലോചിക്കാനും കൂടി പറ്റൂല. ഓപ്പറേഷനും കൂടി നമുക്ക് സമ്മതിക്കാൻ കഴിയുന്നില്ല. അവിടെ മാർക്കറ്റിലാണെങ്കിൽ കാലത്ത് പിടിച്ചാലും കൂടി കാരണം നമ്മൾ പിടിച്ചു കൊടുക്കൂല. ഞാൻ എന്നോട് കഴിയില്ല അറിയും, ഓടി തള്ളിയെടുക്കാൻ.
നമ്മളെ മക്കളെ അങ്ങനെ സ്നേഹിക്കുന്നു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കാലങ്ങളായി മോന്റെ കൂട്ടത്തിലില്ല. അവസാനം വന്നത് ഈ കുട്ടിനെ കൊണ്ട് അടക്കാനാണ്. മിനയിലേക്ക് പോകുമ്പോൾ ശൈത്താൻ വസ്വസ് ഉണ്ടാക്കാൻ തുടങ്ങി. സ്വാഭാവികം. ശൈത്താന്റെ വസ്വസക്ക് നേരെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചരൽ വാരിക്ക് എറിഞ്ഞാട്ടി. അതിന്റെ പ്രതീകമായിട്ടാണ് ജംറകളിലെ ഏറ്. പക്ഷെ ജംറകളിൽ ഏറ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ വിചാരിക്കുന്നത് ഒരു ബോർഡുമായി ഇങ്ങനെ ഉണ്ടാക്കിയിട്ടാണല്ലേ. എന്നിട്ട് അതിനിങ്ങനെ ഒരു സാധനം വെച്ചതാണ്. അതിലേക്കാണ് ആ കല്ലുകൾ വീഴുന്നത്. ബോർഡിൽ എറിഞ്ഞാൽ ആ കല്ല് താഴേക്ക് വീഴും, പിന്നെ ആ ജംറയിലേക്ക് വീഴും. ആളുകൾ വിചാരിച്ചിരിക്കുന്നത് ഇതാണ് ശൈത്താൻ. ആ രീതിയിൽ ഏറെ ആൾക്കാർ എറിയും. ജംറക്കൊക്കെ ആൾക്കാർ എറിഞ്ഞ ഊക്കും ഓല ദേഷ്യമൊക്കെ കണ്ടതായിരിക്കും ഇത് ശൈത്താൻ അറിയാൻ. ചിലർ ചെരുപ്പ് കൂടി 7 കല്ല് എറിഞ്ഞ് മതിയാണെങ്കിൽ ചെരുപ്പ് കൂടി അതിനെ തുപ്പിച്ചെറിയുന്ന ജാതിയാണ്. ഇത് തീർക്കണം, ദേഷ്യം തീർക്കാൻ. സത്യത്തിൽ അപ്പോഴും ശൈത്താൻ ചെറിയ കുട്ടികളിങ്ങനെ തോളിൽ 2 കാലും ഇങ്ങോട്ടിട്ടിട്ട് തോളിൽ ഇരിക്കുന്നത് പോലെ പിശാചി അവരുടെ ചുമലിങ്ങനെ ഇരിക്കുന്നുണ്ട്. ആനപ്പുറത്ത് ഇരിക്കണമാതിരി. എന്നിട്ട് ശൈത്താൻ ഇങ്ങനെ ചിരിക്കുണ്ടാവും ഇവന്റെ ഏറ് കണ്ടിട്ട്. എന്തേറെ അറിയുന്നത്? ഓനപ്പോഴും ശൈത്താൻ അവന്റെ കൂടെ ഉണ്ട്. സത്യത്തിൽ എന്താണ് ഈ ഏറ്? ഈ ഏറ് ശൈത്താനിന്റെ ദുർബോധനങ്ങൾ അവനിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശൈത്താനിന്റെ വസ്വസകൾ അവനെ നശിപ്പിക്കാനും അവനെ നരകത്തിൽ ചെന്നെത്തിക്കാനും പറ്റുന്ന നിലയിലുള്ള ഒരുപാട് ദുർഗുണങ്ങൾ അവന്റെ ജീവിതത്തിലുണ്ട്. ആ ദുർഗുണങ്ങളെ അവനിൽ നിന്ന് എടുത്തിട്ട് അവൻ പെറിയാണ്. അവന്റെ ദുർഗുണങ്ങൾ അവൻ എടുത്തിട്ട് എറിയാണ്. അതാണ് അവർ. അതുകൊണ്ട് ഒരു 70 കല്ലുകൾ എറിയണം. ഈ 70 ദുർഗുണം അവന്റെ ജീവിതത്തിൽ നിന്ന് എറിയിലേക്കുമോ പരിശുദ്ധവാനാവും. അവന്റെ ആഹാരത്തെ നശിപ്പിച്ച് കളയാൻ, അവനെ നരകത്തിൽ കൊണ്ടെത്തിക്കാൻ പറ്റുന്ന ഒരു 70 ദുർഗുണങ്ങൾ. എന്തൊക്കെ ദുർഗുണം? ഹറാമായ നോട്ടം, ഹറാമായ സംസാരം, എന്തൊക്കെയോ ഓരോ മനുഷ്യരുണ്ടോ അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ എറിഞ്ഞു, ഞാൻ എറിഞ്ഞു എന്ന് പറഞ്ഞിങ്ങനെ ഓനിങ്ങനെ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിങ്ങനെ എറിഞ്ഞു തീർക്കാൻ. ഒരു 10 എണ്ണൊക്കെ എറിയുമ്പോഴത്തേനും ഓനൊരു മാന്യനായിട്ടുണ്ടാവും, ഒന്ന് നന്നായിട്ടുണ്ടാവും. ഇതാണ് സത്യത്തിൽ എറിയുന്നത്. അല്ലാണ്ട് വെറുതെ പോയ കല്ലുവാരി ആ ബോർഡിൽ എറിഞ്ഞിട്ട് ഞാൻ ശൈത്താൻ എറിഞ്ഞെന്നുള്ള നിർവിധയോടുകൂടി അവനെ തോളിലിരുത്തിയിട്ട് കൊണ്ടുവരുന്ന ദുർഗതിയാണ് നമുക്ക് സാധാരണ കാണാനുള്ളത്. അതുകൊണ്ട് ഹാജി അയാളുടെ ഗുണത്തോടു കൂടി ആയിരിക്കണം. അറഫ ഒരു ഹാജിക്ക് ഏറ്റവും കൂടുതൽ പുറത്തു കൊടുക്കപ്പെടുന്ന സ്ഥലം അറഫയാണ്. ആ അറഫയിൽ ഹാജിമാര് നിൽക്കുക. ലോകത്തിന്റെ പല ഭാഗത്ത് ആണും പെണ്ണും എല്ലാവരും കൂടി വന്നിട്ട് അറഫ ഒരു മൈതാനമാണ്. ഓരോരുത്തരും അവരവരുടെ പാപങ്ങളെയും ജീവിതത്തിൽ വന്നുപോയ കുറ്റങ്ങളെയും കുറിച്ച് ഓർത്ത് കരഞ്ഞ് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്ന ഒരു മഹാത്ഭുതം. അന്ന് വേറൊരു ചിന്തയായിരിക്കില്ല. ആളുകൾ കരയാൻ, പല ഭാഷക്കാർ, പല നാട്ടുകാർ, പല കോലത്തിലുള്ള ആളുകൾ എല്ലാവരും നിന്ന് ഒരു ഭാഗത്തേക്ക് കൈവരുത്താൻ. അതുകൊണ്ട് ഹാജി അറഫ കഴിഞ്ഞ് മുസ്ദലിഫയിലേക്ക് മടക്കുമ്പോൾ എന്റെ അറഫ കഴിഞ്ഞല്ലോ, എന്റെ പാവങ്ങൾ പൊറത്തിട്ടുണ്ടാവുമോ എന്ന് സംശയിച്ചാൽ കുറ്റമാണെന്ന് ഉലമാക്കൾ എഴുതും. സംശയിക്കാൻ കൂടി പാടില്ല. കാരണം അറഫന്റെ ദിവസം പുറത്തു കൊടുത്തില്ല, വേറെ ഏത് ദിവസം പുറത്തു കൊടുക്കും? ഏറ്റവും കൂടുതൽ പിശാചിന് കോപമുള്ള ദിവസം അറഫന്റെ ദിവസമാണ്. അവൻ സ്വന്തം തലയിൽ മണ്ണ് വാരിയിട്ട് ഒപ്പാരി വെച്ച് കരഞ്ഞുകൊണ്ട് ഓടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് അറഫ ഇങ്ങനെ തുടങ്ങിയ ഹജ്ജിന്റെ ഓരോ അമലുകളും അത് ജീവിതത്തിൽ നമുക്ക് ചൈതന്യങ്ങൾ ഉണ്ടാക്കാനാണ്, ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാനാണ്. ഹജ്ജിന്റെ അമലുകൾ ദുൽഹജ്ജ് 8 മിനയിൽ താമസിക്കണം. അതിന്റെ പകലും 9 രാത്രി മിനയിൽ താമസിക്കണം. പക്ഷേ 9 രാത്രി താമസിച്ച് ഒരു 10 മണി 12 മണിയൊക്കെ ആകുമ്പോഴേക്കും പിന്നെ അറഫയിലേക്ക് കൊണ്ടുപോകും. കാരണം എന്താണ്? അത്ര കൂടുതൽ ലക്ഷക്കണക്കിന് ഹാജിമാര് രാവിലെ എഴുന്നേറ്റിട്ട് പോയാൽ ചിലപ്പോൾ അറഫയിൽ എത്തലുണ്ടാവില്ല. അതുകൊണ്ട് അറഫയുടെ സൗകര്യത്തിന് വേണ്ടി ദുൽഹജ്ജ് 9 അർദ്ധരാത്രിക്ക് ശേഷം ചിലപ്പോൾ കൊണ്ടാൽ മതിയാവും. അങ്ങനെ വാശിനെ പിടിച്ച് നിൽക്കണ്ട, കൊണ്ടുപോകണമെങ്കിൽ പോണം കൂട്ടത്തിൽ. പിന്നെ ദുൽഹജ്ജ് 9 അന്ന് പകൽ ളുഹർ മുതൽ മഗ്രിബ് വരെയുള്ള സമയം അറഫയിലാണ്. ദുആയിലും കരച്ചിലും അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്നതിലും ദിക്റുകളുമായിട്ട് കഴിഞ്ഞുകൂടണം. മഗ്രിബ് ളുഹർ മാത്രം അറഫയിൽ നമസ്കരിക്കുക. അതിനുശേഷം മഗ്രിബോട് കൂടി ഗുറൂബിന് ശേഷം, മഗ്രിബ് ആയതിനു ശേഷം അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് നടക്കുക. അറഫയിൽ നിന്ന് മുസ്ദലിഫയിൽ എന്നുവെച്ചാൽ മിന, മുസ്ദലിഫ, അറഫ ഇങ്ങനെയാണ് സ്ഥലമുള്ളത്.
ഇങ്ങനെയാണ് ആ സ്ഥലമുള്ളത്. നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടുന്ന് കോഴിക്കോട് പോവുകയാണെങ്കിൽ ഇവിടുന്ന് പോകുമ്പോൾ പൂക്കോട്ടൂര്, വെള്ളമ്പുറം, ഇതേപോലെ മിന, മുസ്ദലിഫ, അറഫ. പൂക്കോട്ടൂരാണ് മുസ്ദലിഫെങ്കിൽ അറഫയിൽ നിന്ന് മടങ്ങി വരുമ്പം വരുന്ന സ്ഥലമാണ് മുസ്ദലിഫ. അവിടത്തേക്ക് വരുമ്പം അവിടെ വെച്ചിട്ടാണ് മഗ്‌രിബും ഇശായും നമസ്കരിക്കേണ്ടത്. അവിടെ നിന്ന് ദുആ ചെയ്യണം. അതൊരു ലോകാത്ഭുതങ്ങളിൽ ഒരത്ഭുതം ആണ് സത്യത്തിൽ മിന എന്നുള്ളത്. ഇന്നും ലോകാത്ഭുതങ്ങളിൽ ഒരത്ഭുതം. കാരണം 10-25 ലക്ഷം ഹാജിമാർ എല്ലാവരും കൂടി കിടന്നിറങ്ങുന്ന ഒരു സ്ഥലമാണ് ഇത് മുസ്ദലിഫ. അവിടെ ടെന്റില്ല, അവിടെ മുകളിൽ ആകാശം, താഴെ ഭൂമി, മാർബിളില്ല, കട്ടല്ല, ഒന്നുമില്ല, സാധാ മണ്ണ്. അവിടെ കിടന്നുറങ്ങുക. രാത്രിയോ 10 മണിക്കോ 11 മണിക്കോ വന്ന് കിടന്നുറങ്ങിയ ഹാജി അയാൾ രാത്രി 2 മണിക്കോ 3 മണിക്കോ എഴുന്നേൽക്കുമ്പോഴേക്കും അയാളെ ചുറ്റും നിറച്ചു ആൾക്കാരുണ്ടാവും. കാലിന്റെ ചുവട്ടിൽ കുറച്ച് സ്ത്രീകളുണ്ടാവും, ഇപ്പുറത്ത് പെണ്ണുങ്ങളുണ്ടാവും, അവിടെ ആണുങ്ങളുണ്ടാവും. ആണും പെണ്ണൊക്കെ മിക്സായി നിലത്ത് കിടന്നുറങ്ങുന്ന ഒരു രാത്രി. പക്ഷെ ഒരാൾക്കും ഒരു വേണ്ടാത്തരമോ ഒരു മോശമായ ചിന്തയോ ഉദിക്കാത്ത അള്ളാഹുവിന്റെ വലിയ കുദ്റത്തിന്റെ, അവന്റെ അത്ഭുതങ്ങളുടെ കലവറകൾ സത്യത്തിൽ മുസ്ദലിഫയിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ലോക ചരിത്രത്തിൽ ഇങ്ങനത്തെ വേറെ സ്ഥലം ഉണ്ടാവില്ല. അന്യ സ്ത്രീയും പുരുഷനും ഇങ്ങനെ കിടന്നാൽ ലോകത്ത് എന്തൊക്കെ നടക്കും. പക്ഷെ ഒരാൾക്കും ഒരു ചിന്തയില്ല. നിലത്ത് കിടക്കാൻ. എവിടെ കിടക്കുന്നത്? കിട്ടിയ സ്ഥലത്തൊക്കെ കിടക്കാൻ. കാരണം ഈ ഹാജിമാർക്ക് എല്ലാവർക്കും കൂടി കിടക്കണ്ടേ? കിട്ടിയതൊക്കെ കിടക്കാം. ഒരാൾ 2:30 നീച്ചു പോയിട്ടുണ്ടാവും, അതൊക്കെ വന്ന് വേറെ ആൾ കിടക്കാൻ. ഇങ്ങനെ ലോകത്തൊരു അത്ഭുതം കിടക്കാൻ നടക്കുന്ന ഒരു രാത്രിയാണ് ദുൽഹജ്ജ് 10 അന്നത്തെ രാത്രി. ദുൽഹജ്ജ് 10 അന്നത്തെ സുബഹി അവിടെ നിസ്കരിച്ചതിന് ശേഷം നേരെ മിനയിലേക്ക് നടന്ന് ജംറയിലെത്തി. ഒന്നാമത്തെ ജംറയിൽ ജംറത്തുൽ കുബ്ര, ജംറത്തുൽ അഖബ, അവിടെ 7 കല്ലുകൾ കൊണ്ട് എറിയണം. അതിനുശേഷം ബലിമൃഗത്തെ അറുക്കണം. അതിനുശേഷം മുടി കളയണം. പിന്നെ തവാഫും സഅയും ചെയ്യണം. ദുൽഹജ്ജ് 10 അന്നത്തെ ആണ്. 11 അന്ന് ളുഹറിന് ശേഷം വീണ്ടും 3 ജംറകളിൽ എറിയണം. രാത്രി മിനയിൽ കഴിഞ്ഞുകൂടണം. വീണ്ടും 12 അന്ന് ളുഹറിന് ശേഷം 3 ജംറകളിൽ 7 വീതം കല്ലുകളെ കൊണ്ടെറിയണം. അന്ന് വേണമെങ്കിൽ മിന വിട്ടുപോകാം, പക്ഷെ മഗ്‌രിബിന് മുമ്പായി വിട്ടുപോകണം. അല്ലെങ്കിൽ വീണ്ടും രാത്രി മിനയിൽ താമസിക്കണം. 13 അന്ന് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ജംറകളിൽ എറിഞ്ഞ് ഹാജിയുടെ അമലുകളെ പൂർത്തിയാക്കണം. പിന്നീടുള്ള ഹജ്ജിന്റെ ഒരു അമൽ വിദാഇന്റെ തവാഫാണ്. അത് എന്നാണോ ഹാജി അവന്റെ നാട്ടിലേക്ക് അല്ലെങ്കിൽ മറ്റു സ്ഥലത്തേക്ക് കഅബയെ വിട്ടു പോകുന്നത് അന്ന് ചെയ്യാനുള്ള അമലാണ് വിദാഇന്റെ തവാഫ്. സത്യത്തിൽ ഒരു മനുഷ്യന്റെ ഒരു ചെറിയ പാല് കുടിക്കുന്ന ഒരു കുട്ടി ഉമ്മന്റെ മാറത്തിലേക്ക് പറ്റിപ്പിടിച്ച് അള്ളിപ്പിടിച്ച് നിൽക്കുന്നത് പോലെ മുഅ്മിനീങ്ങളുടെ ഹൃദയം, ഹാജിന്റെ ഹൃദയം കഅബയിൽ ഇങ്ങനെ അള്ളിപ്പിടിച്ച് നിൽക്കുന്നുണ്ടാവും. അതിനെങ്ങനെ വലിച്ചു പറിച്ച് കൊണ്ടുവരണം. ഹാജിമാർ തിരിഞ്ഞു നിന്ന് കരയുന്നുണ്ടാവും. എന്നാണ് ഇനി ഞാൻ ഈ പരിശുദ്ധ വീട്ടിലേക്ക് വരിക, ഇനി എനിക്ക് ഇനി വരാൻ പറ്റുമോ എന്ന ബേജാറും വെപ്രാളത്തോടും കൂടി തിരിഞ്ഞു നോക്കി കരഞ്ഞ് അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ ഹാജി തിരിഞ്ഞു പോരുന്നു. അതോടുകൂടി ഹാജി മക്ക വിടുന്നു. അതോടുകൂടി ഹാജിയുടെ ഹജ്ജ് പൂർത്തിയാവുന്നു. പിന്നെ മദീനയിലുള്ള ജീവിതമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ റൗളയിലേക്കുള്ള യാത്ര ഒന്നുകിൽ ഹജ്ജിന് ശേഷം അല്ലെങ്കിൽ ഹജ്ജിന് മുമ്പായി. എന്തായാലും ആ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ നാട്ടിലേക്ക് പോവുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ, ഒരു മുഅ്മിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കൊതിയാണ്. കാരണം ഇഷ്ടപ്പെട്ടവരുടെ നാട്ടിലെത്തൽ, അവരുടെ വീടുകളിലെത്തൽ, അത് ജീവിതത്തിലെ വലിയൊരു അനുഭൂതി ഉണ്ടാക്കുന്ന അവസ്ഥയാണ്. ഒരു മുഅ്മിന് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മാനസികാവസ്ഥയാണ് ആ ഹബീബിന്റെ നാട്ടിലെത്തുക എന്നുള്ളത്. ആ പരിശുദ്ധ പാദങ്ങൾ സ്പർശിച്ച മണ്ണ്, അതിലൂടെ നടക്കുക. ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹം ചെരുപ്പിട്ടിട്ട് മദീനയിലൂടെ നടന്നിട്ടില്ലായിരുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള ഒരു മദീനയിൽ ഈ മണ്ണിൽ ചെരുപ്പിടാൻ മാലിക്കിന് എന്ത് യോഗ്യത എന്ന് ഹദ്റത്ത് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. അള്ളാന്റെ ഹബീബിനെ മനസ്സിലാക്കിയവർക്ക് ആ നാടിനോടുള്ള കൂറും ബന്ധവും ചില്ലറയായിട്ടില്ല. അല്ലാമ ഇഖ്ബാൽ പറഞ്ഞു, എനിക്ക് മദീനയിൽ എത്തണ്ട, പക്ഷെ മദീനയിലേക്ക് ഇങ്ങനെ നടന്നാ മതി. കാരണം ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടം മദീനയിൽ എത്തിയാൽ തീർന്നു പോവോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നടക്കുക, വരാണ്ട് എന്ന് വിചാരിച്ച് എന്റെ ജീവിതം തീരട്ടെ എന്ന്. അതുകൊണ്ട് മദീനയോടുള്ള ഇഷ്ടം അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടമാണ്.
മസ്ജിദ് നബവിയിൽ നിന്നുള്ള നമസ്കാരം, അമലുകൾ. അതുകൊണ്ട് സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, ഇങ്ങനെ ഒരു ഇസ്ലാമിന്റെ ശരിയായ ഒരു ജീവിത രീതി നമ്മുടെ ജീവിതങ്ങളിൽ ഇടക്കിടക്ക് ഇങ്ങനെ ഉണ്ടാവുക. അതിന്റെ ഓർമ്മക്കുറിപ്പുകൾ ഉണ്ടാകുക, നബിതങ്ങളോടും സഹാബാക്കളോടുള്ള ബന്ധങ്ങൾ ഉണ്ടാവുക. ഉഹദിൽ ഹദ്റത്ത് ഹംസ റളിയല്ലാഹു അൻഹു, ഉഹദിൽ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, അവരൊക്കെ ഖബറുകളുണ്ട്. അവരൊക്കെ ഖബറിന്റെ മുന്നിൽ പോയി നിന്ന് ജീവിതത്തിനെ പറ്റി ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. നമ്മൾ എന്തിനു വേണ്ടി ജീവിച്ചു, അവരെന്തിനു വേണ്ടി ജീവിച്ചു. അതുകൊണ്ട് ജീവിതങ്ങളെ നന്നാക്കാനും ചിട്ടപ്പെടുത്താനും അള്ളാഹുവിലേക്ക് അടുക്കാനുമുള്ള മാർഗമാണ് സത്യത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ പടച്ചവന്റെ തൃപ്തിയെ ലക്ഷ്യമാക്കി പരിശുദ്ധ ഹറമുകളിലേക്കുള്ള യാത്ര. അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങൾ ഹജ്ജും ഉംറയും അള്ളാഹ്ക്ക് വേണ്ടി പൂർത്തിയാക്കണമെന്ന്. വേറൊരു ലക്ഷ്യം നിങ്ങൾക്ക് ഉണ്ടാവരുത്. മൻ ഹജ്ജ ലില്ലാഹ് വലം യസ്ബിഖ് വലം യർഫുഖ് റജഅ കയൗമി വലദത്ഹു ഉമ്മു. ആരെങ്കിലും ഹജ്ജ് ചെയ്താൽ അള്ളാഹ്ക്ക് വേണ്ടി, എന്നാൽ ഉമ്മ പ്രസവിച്ച ദിവസം പോലെയാണ് കുറ്റകൃത്യങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും ഒഴിവായി അള്ളാഹ്ക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുന്നവർക്ക് വേണ്ടി അള്ളാഹു നൽകുന്ന പ്രതിഫലം. അതുകൊണ്ട് അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യണം. ഉളിയതിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, നിങ്ങൾ അടക്കുന്ന വെടിമൃഗങ്ങളുടെ രക്തമോ മാംസമോ നമ്മളിലേക്ക് എത്തുന്നില്ല, അതിന്റെ തഖ്വയാണ് എത്തുന്നത്. അതുകൊണ്ട് നാട്ടിൽ നിൽക്കുന്നവർ എന്തായാലും, ഇപ്പം ഏകദേശം ദുൽഖഅദ തുടങ്ങി, ഇനി ആകെ പറഞ്ഞത് ഒരു മാസത്തിന്റെ അടുത്തേ ഉള്ളൂ. ഇപ്പം തന്നെ ഒരു ബലിമൃഗം വാങ്ങി അതിനെ പോറ്റി അതിനെ വളർത്തി ബലി പെരുന്നാളിന്റെ ദിവസം നിങ്ങൾ അറുക്കാനുള്ള ശ്രമം നടത്തണം. ഒരിക്കലും അതിന് രക്ഷപ്പെട്ടു പോവല്ല വേണ്ടത്. അള്ളാഹ്ക്ക് വേണ്ടി ഒരാൾ രക്തമൊലിപ്പിക്കുകയാണെങ്കിൽ തീർച്ച അവന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും പ്രയാസങ്ങളിൽ നിന്നുള്ള മോചനവുമാണ് അവന്. അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബലിമൃഗത്തിന്റെ രക്തം ഭൂമിയിലെത്തുന്നതിന് മുമ്പ് ഭൂമിയിൽ ആ രക്തം എത്തുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു ഉയർന്ന ദർജ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ബലിമൃഗത്തിന്റെ രോമങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളെ ശ്രദ്ധിക്കണം. നമ്മൾ ഈ കാര്യങ്ങളെ ശ്രദ്ധിച്ച് ജീവിതങ്ങളിൽ ഗുണപാഠങ്ങൾ ഉണ്ടാക്കി നമുക്ക് അമലുകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കണം. അതുകൊണ്ട് ബലി അറക്കുന്ന കാര്യത്തിൽ, ഉൽഹിയത്ത് അറക്കുന്ന കാര്യത്തിൽ നാട്ടിൽ നിൽക്കുന്നവരും ഈ കാര്യം ശ്രദ്ധിക്കണം. അള്ളാഹു തആല നമുക്ക് അള്ളാഹുവിനെ അനുസരിച്ച് വഴിപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കാനും നബിമാരുടെ ജീവിതങ്ങൾക്ക് പകർത്തി ശരിയായ അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ മുഖ്ലിസീങ്ങളിൽ പടച്ച നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദുആ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.